ഹായ്, നമസ്കാരം. വി ഉള്ളലാണ്. മാങ്ങാണ്ടിയുടെ പീഡനത്തിനെ കുറിച്ച് പറയണ്ട, മതിയാക്കാം എന്ന് വിചാരിച്ചാൽ സമ്മതിക്കില്ല. പക്ഷെ ഒരു കാര്യം ചാരിതാർത്ഥ്യമുണ്ട്. അടുത്ത കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞതൊക്കെയും സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. പരാതി എവിടെ എന്നാണ്. നിരനിരയായിട്ടാണ് പരാതി വരുന്നത്. ആ കുട്ടിയുടെ മൊഴി കണ്ടോ? ഇവൻ ഒരു സീരിയസ് പ്രിഡേറ്റർ ആണെന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടെന്നാൽ പലരുടെയും അനുഭവങ്ങൾ അറിഞ്ഞു. ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഒരാളെ അതിക്രമിക്കുക, അതായത് പ്രണയം അഭിനയിക്കുക, വിവാഹ വാഗ്ദാനം കൊടുക്കുക, എന്നിട്ട് അവരെ ആക്രമിച്ചതിന് ശേഷം പിന്നീട് അത് പ്രശ്നമാകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഭീഷണിപ്പെടുത്തുക, വീഡിയോ റെക്കോർഡ് ചെയ്ത് വയ്ക്കുക തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു എന്നാണ് ഇപ്പോൾ പുതിയ ഒരു കേസ് കൂടി വരുമ്പോഴത്തേക്കും കൃത്യമായി ബോധ്യപ്പെടുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതിയുടെ നടപടി, അതായത് ഇതിൽ എവിടെ FIR എന്നാണ് ചോദിച്ചത്. അപ്പോൾ ബംഗളൂരുവിൽ പോയി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഈ നാട്ടിലെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് ഓർത്ത് ആ പെൺകുട്ടി എന്ത് ചെയ്തിരിക്കുകയാണ്? മൊഴി കൊടുത്തിരിക്കുകയാണ്. മൊഴി എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ചാൽ തന്നെ വിഷമം തോന്നും. ഇവൻ്റെ മനുഷ്യനാണെന്നാണ് തോന്നുന്നത്. ഇവൻ്റെ വീട്ടിലുള്ള സ്ത്രീകളുടെ അടുത്തൊക്കെ ഇവൻ എങ്ങനെ പെരുമാറുന്നു തോന്നുന്നത്. കാര്യം ഈ ഇപ്പോൾ സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുന്നു എന്നൊരു വലിയ സംഭവമല്ല. പക്ഷേ അവരെ ഒരുമാതിരി ആ ഒരു ശരീരത്തെ പീഡിപ്പിക്കുക, അവരെ റേപ്പ് അറ്റംപ്റ്റ് ചെയ്യുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് തരം, അതും എങ്ങനെ വിവാഹാഭ്യർത്ഥന എന്നുള്ള നിലയ്ക്കൊരു കപട നാടകം കളിച്ചതിന് ശേഷമാണ് ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഒരംശം പോലും ഒരു വ്യക്തിയോട് ഇവന് ആത്മാർത്ഥതയില്ല. ആ ശരീരത്തെ എങ്ങനെയെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും അവനൊരു ഇരയെ കിട്ടി ആ ഇരയെ പരമാവധി ഉപയോഗിക്കുക, ആ ശരീരത്തെ മാക്സിമം പീഡിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ നാട്ടിൽ പറയാറില്ലേ, ഈ ചില ബ്രൂട്ടൽ മൈൻഡ് ഉള്ളവരെന്ന് പറയുന്നില്ലേ, ഈ ചില ഡെഡ് ബോഡികളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ, ആ മനോഭാവത്തിൽ ജീവച്ഛവമാക്കിയിട്ടാണ് ഇവൻ കടന്നു പോകുന്നതെന്ന് ഈ രണ്ടാമത്തെ ഇരയുടെ മൊഴിയോടുകൂടി തെളിയുകയാണ്. ഇങ്ങനെയുള്ള വ്യക്തിയാണ് കോൺഗ്രസ്സുകാർ ന്യായീകരിച്ചുകൊണ്ടും ഇപ്പോൾ കുറേ ഫാൻസുകാർ ഇറങ്ങിയിരിക്കുന്നത്. ഇവൻ്റെയൊക്കെ വീട്ടിലെ സഹോദരിമാരെയൊക്കെ ഇവൻ്റെ അടുത്ത് ഒരു ദിവസം എവിടെയെങ്കിലും അയക്കാനുള്ള ധൈര്യം ഉണ്ടോയെന്ന് മാത്രമേ ചോദിച്ചു, അല്ലെങ്കിൽ ഭാര്യയോ കുടുംബത്തിലുള്ള ഏതെങ്കിലും സ്ത്രീ അവൻ്റെ ഒന്ന് അയച്ചു പോകുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ന്യായീകരിക്കുന്നവന്മാർക്കൊക്കെ എന്തുകൊണ്ട് ന്യായീകരിച്ചുകൂടാ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചിട്ടില്ലല്ലോ, കണ്ടവൻ്റെ വീട്ടിലല്ലേ. അവിടെ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ആകുലപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ഏത് കപടനായിരുന്നാലും ഏത് കൊള്ളക്കാരനായിരുന്നാലും ഒരു കാലത്ത് പിടിക്കപ്പെടും എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അതായത് പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. ഞാൻ ഇത് ഓരോ തെറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകും. കാര്യം ഈ നമ്മുടെ പ്രകൃതി തന്നെ എന്ത് ചെയ്യും, ചില ഈ പീഡകന്മാർക്കോ കൊള്ളക്കാരന്മാർക്കോ ഒരു തവണ ഈ ഒരു അറപ്പുണ്ടാകും. ഈ അറപ്പറ്റ കോഴി പുരപ്പുറത്തും കയറും എന്ന് പറയുന്നത്. അങ്ങനെ പുരപ്പുറത്ത് കയറിയവൻ മേയുകയായിരുന്നു. ഇനി എത്ര പേര് പരാതി പറയാതിരിപ്പുണ്ടെന്നറിയാം. കാര്യം ചിലരെങ്കിലും സന്തോഷിക്കുന്നുണ്ടാവും. 1, 2, 5, 10 അല്ല, 16 വയസ്സിൽ തുടങ്ങി 60 വയസ്സ് വരെയുള്ള സ്ത്രീകളെ പീഡിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബാക്ക് ടു ബാക്ക് കേസുകൾ വന്നു. കേസ് എവിടെയെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഇത്രയും കാലം ഇവരെ ഭീഷണിപ്പെടുത്തി വെച്ച് അവരുടെ വീഡിയോ കൈവശമുണ്ട്, ഇതെല്ലാം പ്രചരിപ്പിക്കുമെന്നുള്ള രീതിയിലും, ഒപ്പം കുറേ ഇതേ മനോഭാവമുള്ള അല്ലെങ്കിൽ ഈ മാനസികാവസ്ഥയെ പിന്തുണയ്ക്കുന്ന PR ടീമുകാർക്കെല്ലാം പൈസ കൊടുത്തു വെച്ചിരിക്കുകയാണ്. ഇരയുടെ പരാതി വരികയാണെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിൽ അവരെ അധിക്ഷേപിക്കുക. ആ തന്ത്രം പയറ്റിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ രണ്ടാമത്തെ പരാതിയോടുകൂടി അവൻ്റെ ആജീവനാന്തം ജയിലിൽ പോകുന്നൊരവസ്ഥ. ഇപ്പോൾ ദിലീപിൻ്റെ കേസിൽ ദിലീപിനെ വെറുതെ വിട്ടു എന്ന് കാണുമ്പോഴത്തേക്ക് അവൻ വലിയ സന്തോഷം ഉണ്ടാകും. എന്നെ പീഡിപ്പിച്ച് എന്നെ വെറുതെ വിടുന്നു. അതിൽ ദിലീപ് ഗൂഢാലോചനയാണ്. ഇവൻ ഗൂഢാലോചന എന്നല്ല, ഇവൻ നേരിട്ട് കൃത്യം ചെയ്തവനാണ്. ഇവൻ ജീവിതാവസാനം വരെ ഇവൻ ജയിലിടിഞ്ഞാൽ പുറത്തു വരാതെ അകത്ത് പോകേണ്ടവരാണ്. അപ്പോൾ ഒരു മാങ്ങാണ്ടി എന്ന് പറയുന്ന വ്യക്തിയെ ന്യായീകരിക്കുന്നവർ, എവിടെയെങ്കിലും ഒരിടത്ത് സ്വന്തം കുടുംബത്തിലെ ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ആ പരാതി, ഇപ്പോൾ അവരൊക്കെ പുറത്തു പറയാൻ തയ്യാറായിട്ടുണ്ടാകുന്നത് ഇവൻ്റെ ഓരോരോ ഇവനാൽ പീഡിപ്പിക്കപ്പെട്ടവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, അവർ തുറന്നു പറയാൻ തയ്യാറാകുന്നത്. ആ തുറന്നു പറയുമ്പോൾ എന്ത് ചെയ്യണം, അവരെ ആക്രമിക്കുക. പരാതി എവിടെയെന്ന് ചോദിച്ചാൽ പരാതി വന്നു കഴിഞ്ഞാൽ പരാതിക്കാരിയെ പിന്നെ ആക്രമിച്ച് നിശബ്ദയാക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ വൃത്തികെട്ട മനോഭാവക്കാരാണ്. അതായത് ഈ സമൂഹത്തിലെ ബോൺ ക്രിമിനൽസിൻ്റെ പട്ടികയിൽപ്പെടുത്തേണ്ടവരാണ്. അതായത് ഇവർക്ക് ഒരു കാരണവശാലും പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. ഇവർ സമൂഹത്തിന് എല്ലാ കാലത്തും അപകടകാരികളാണ് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമായിട്ട് കോൺഗ്രസിനെ കണ്ടെത്തലെന്ന് പറഞ്ഞാൽ, ഭാവി വാഗ്ദാനം എന്ന് പറഞ്ഞാൽ, ആ പാർട്ടിയെ തന്നെ കൊണ്ടുവന്ന് ശവമടക്ക് നടത്തിയവനെയൊക്കെയാണ് ഇത്രയും കാലം കൊണ്ടു നടന്ന് അവൻ്റെ പൈസയും അവൻ്റെ ഷോയൊക്കെ കണ്ടിട്ട് അവനെ ആഘോഷിച്ച് കൊണ്ടു നടന്നവർ. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോടതിയിലൂടെ തന്നെ പരാതിക്കാരികൾ നീതിക്ക് വേണ്ടി പോരാടി തുടങ്ങിയപ്പോഴത്തേക്കും ആ എപ്പിസോഡിനൊരു അവസാനം ഉണ്ടാകാൻ പോവുകയാണ്. എന്തായാലും ഇത്തരത്തിൽ കേസുകൾ എല്ലാം പുറത്തേക്ക് വരട്ടെ. അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിലും പുറത്തേക്ക് വരേണ്ടതുണ്ട്. പരാതിക്കാരായിട്ടുള്ളവർ, ഇരയാക്കപ്പെട്ടവരെല്ലാം ഇനിയും വന്ന് എന്ത് ചെയ്യണം, കോടതികൾക്ക് മുന്നിൽ മൊഴി കൊടുക്കണം. ഇനി അവൻ്റെ ആജീവനാന്ത കാലം ഇവൻ പുറത്തേക്ക് വരാതെ ഇവൻ ഇനി എന്ത് ചെയ്യണം, ഈ
പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിന്നേ ഇവനെ തുടച്ചു നിൽക്കേണ്ടത് ഈ നാട്ടിലെ സ്ത്രീകളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യരും ഇവനെതിരെ പരാതി കൊടുക്കാൻ തയ്യാറാകണം. രണ്ടാമത്തെ ആ പെൺകുട്ടി പരാതി കൊടുക്കാൻ തയ്യാറായ അല്ലെങ്കിൽ അതിന് ഒരുങ്ങിയ പെൺകുട്ടിയെ മുക്തകണ്ഠ അഭിനന്ദിക്കുകയാണ്. ഈ നാട്ടിലെ സ്ത്രീകളെക്കുറിച്ച് ഓർത്തുകൊണ്ടുള്ള അവരുടെ ആ നീക്കം അത് എല്ലാ കാലത്തും അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരു ഇര മാത്രമല്ല, ഇനിയുമുണ്ട്. ഇനി പോക്സോ കേസ് പ്രതിയുണ്ട്, ഇനി ഒരു ചാനലിലെ അവതാരകയുണ്ട്, അങ്ങനെ ഒരു 60 വയസ്സുകാരിയുണ്ട്, IAS ഉദ്യോഗസ്ഥയുണ്ട്. അങ്ങനെ പല കേസുകൾ പുറത്തേക്ക് വരാനിരിക്കുന്നു. അതെല്ലാം ഒരു ദിവസം പുറം വരണം. പുറം ലോകം അറിഞ്ഞ് ഇവനെന്നുള്ള ആ സീരിയസ് പ്രെഡേറ്ററെ സമൂഹം തന്നെ വിറത്ത് അടിച്ച് പുറത്താക്കുന്ന രീതിയിൽ തന്നെ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്.